ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ വ്യോമാക്രമണങ്ങളെ തടയുന്നതിൽ പരാജയപ്പെട്ട ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനം യുഎസിനും ഇസ്രായേലിനും എതിരായ യുദ്ധത്തിൽ ഇറാനെയും തോൽപ്പിച്ചു. ഇറാൻ അടുത്തിടെ ചൈനയിൽ നിന്ന് വാങ്ങിയ HQ-9B വ്യോമ പ്രതിരോധ സംവിധാനം അമ്പെ പരാജയപ്പെടുകയായിരുന്നു. യുഎസും ഇസ്രായേലും അയച്ച മിസൈലുകൾ ഏതാണ്ടെല്ലാം തന്നെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ സംഹാര താണ്ഡവമാടിയത് ഫലപ്രദമല്ലാത്ത വ്യോമ പ്രതിരോധം കാരണമാണ്. അയത്തുള്ള ഖമനേയുടെ കൊട്ടാരം തകർക്കാൻ 30 ബോംബുകളാണ് ഇസ്രായേൽ തുടർച്ചയായി വർഷിച്ചത്. ഒന്നിനെ പോലും തടയാൻ ഈ ചൈനയുടെ HQ-9Bക്ക് ആയില്ല. യുഎസും ഇസ്രായേലും അയച്ച മിസൈലുകൾ ടെഹ്റാനിലും മറ്റ് ഇറാൻ നഗരങ്ങളിലും പതിച്ച് കനത്ത നാശനഷ്ടമുണ്ടാക്കാൻ കാരണം ഇതാണ്. ഇതോടെ ചൈനയുടെ HQ-9Bക്കെതിരെ ചില ഇറാൻ നേതാക്കൾ വിമർശനം അഴിച്ചുവിടുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനും HQ-9B ആണ് ഉപയോഗിച്ചിരുന്നത്. ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ കണ്ണു വെട്ടിച്ചാണ് ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ പാകിസ്ഥാന്റെ ഹൃദയം തകർത്തത്. മാത്രമല്ല, നിരവധി HQ-9B റഡാറുകൾ ഇന്ത്യ അയച്ച മിസൈലുകൾ തകർക്കുകയും ചെയ്തിരുന്നു. തങ്ങളുടെ ആയുധശേഖരത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കാനായി ഇറാൻ അടുത്തിടെയാണ് ചൈനയിൽ നിന്ന് HQ-9B വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങിയത്. എന്നാൽ ഈ സംവിധാനം ടെഹ്റാൻ നേരെ പാഞ്ഞെടുക്കുന്ന മിസൈലുകളെ തകർക്കാൻ കഴിഞ്ഞില്ല. നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരം ചെയ്യാൻ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചപ്പോൾ പാകിസ്ഥാനിലെ ലക്ഷ്യങ്ങളെ വേണ്ടത്ര സംരക്ഷിക്കുന്നതിൽ HQ-9B പരാജയപ്പെട്ടിരുന്നു. ഇറാനിലെ ഈ നിലവാരമില്ലാത്ത പ്രകടനം ഇപ്പോൾ HQ-9Bയുടെ കഴിവുകളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ യുദ്ധ വിശകലന വിദഗ്ധരെ പ്രേരിപ്പിക്കുകയാണ്. ഗൾഫിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചതോടെ ഇറാൻ അതിന്റെ സുരക്ഷാ ആയുധശേഖരം വർദ്ധിപ്പിക്കാൻ തുടങ്ങി. ചൈനയുമായുള്ള എണ്ണ ആയുധ കരാറിന്റെ ഭാഗമായി ഇറാൻ വാങ്ങിയത് HQ-9B എന്നാണ് വിവരം. നേരത്തെ ഇറാൻ S-300 എന്ന റഷ്യൻ പഴയ വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ 2025 യുദ്ധത്തിൽ ഇസ്രായേലി മിസൈലുകൾക്കെതിരെ റഷ്യൻ S-300 PMU-2 മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇതോടെയാണ് കുറെ കൂടി ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനം വേണമെന്ന ചിന്ത ഇറാനുണ്ടായത്. അങ്ങനെയാണ് HQ-9B എന്ന വ്യോമ പ്രതിരോധ സംവിധാനം ചൈനയിൽ നിന്ന് വാങ്ങുന്നത്. ഇറാന്റെ നതാൻസ് ആണവ സമുച്ചയം, ഫോർദോ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം, IRGCയുടെ മിസൈൽ, UAV താവളങ്ങൾ, ടെഹ്റാനും ഇസ്ഫഹാനും സമീപമുള്ള വ്യോമ താവളങ്ങൾ തുടങ്ങിയ പ്രധാന ഇൻസ്റ്റലേഷനുകൾക്ക് ചുറ്റും HQ-9B ആണ് വിന്യസിപ്പിക്കപ്പെട്ടത്. ചൈന എയ്റോസ്പേസ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രി കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്ത HQ-9B റഷ്യൻ S-300 PMU, അമേരിക്കൻ പാട്രിക് PAC-2 സിസ്റ്റങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് നിർമ്മിച്ചതെങ്കിലും പൂർണ്ണമായും തദ്ദേശീയമായ ഒരു വ്യോമ പ്രതിരോധ സംവിധാനമായി പരിണമിച്ചു. ഇതാദ്യമായി 2006 പരീക്ഷിച്ചു. ഒന്നിലധികം റിപ്പോർട്ടുകൾ പ്രകാരം ഇതിന്റെ ദൂരപരിധി 260 കിലോമീറ്ററാണ്. ആക്റ്റീവ് റഡാർ, ഹോമിംഗ് പാസീവ്, ഇൻഫ്രാറെഡ് സീക്കർ തുടങ്ങിയ സവിശേഷതകൾ സ്റ്റെൽത്ത് വിമാനങ്ങൾക്കെതിരെ ഇതിനെ ഫലപ്രദമാക്കുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം HQ-9B ഒരേ സമയം 6-8 ലക്ഷ്യങ്ങളെ ആക്രമിക്കാനും 100 ആക്രമണങ്ങളെ വരെ ട്രാക്ക് ചെയ്യാനും കഴിയും. ബീജിംഗ്, ടിബറ്റ്, ദക്ഷിണ ചൈന കടൽ മേഖലകളിൽ HQ-9B വിന്യസിച്ചിട്ടുണ്ട്. ചൈനയുടെ പ്രതിരോധ തന്ത്രങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്നതാണ് HQ. എന്നാൽ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർത്തുവെന്ന അവകാശവാദമാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. ഇറാന്റെ 17 കപ്പലുകൾ നശിപ്പിച്ചതായി US സെൻട്രൽ കമാൻഡ് പറയുന്നു. ഇറാന്റെ അത്യാധുനിക മുങ്ങിക്കപ്പലിന് കേടുപാടുണ്ടാക്കിയെന്നും US സൈന്യം പറയുന്നുണ്ട്. 2000-ലധികം ആയുധങ്ങൾ ഉപയോഗിച്ചതായും അമേരിക്ക പറയുന്നു. നാവിക കപ്പലുകളും അന്തർവാഹിനികളും മിസൈൽ കേന്ദ്രങ്ങളും ആക്രമിച്ചു. US സെനറ്റ്കോം കമാൻഡർ അഡ്മിറൽ ബ്രാൻ കൂപ്പറാണ് സൈനിക നടപടികൾ വിശദീകരിച്ചത്. ഇറാൻ 500-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും 2000-ലധികം ഡ്രോണുകളും ഇതുവരെ പ്രത്യാക്രമണങ്ങൾക്ക് ഉപയോഗിച്ചതായും US സെൻട്രൽ കമാൻഡ് പറയുന്നു. പ്രത്യാക്രമണ ശേഷി ഇറാന് കുറഞ്ഞു വരുന്നതായും പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ അമേരിക്കൻ സൈനികരെ എത്തിച്ചുകൊണ്ട് ഇരിക്കുകയാണെന്നും ബ്രാഡ് കൂപ്പർ പറയുന്നു. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ നീണ്ട യുദ്ധത്തിന് തയ്യാറാണെന്ന് ഇറാൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നുണ്ടെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇറാൻ. ഇതിനിടെ ഖുർഷിദ് സേനയെ ആയുധമാക്കി ഇറാനിൽ ജനകീയ പ്രക്ഷോഭം വളർത്താനുള്ള ലക്ഷ്യത്തിൽ CIA ഇറാനിലെ ഭരണമാറ്റത്തിന് വിമത ഖുർഷിദ് സേനയെ പരിശീലിപ്പിക്കുവാനുള്ള നീക്കം നടക്കുകയാണ്. ഇതിലൂടെ ഇറാനെ വിഭജിക്കാനാണ് CIA ലക്ഷ്യം വെക്കുന്നത്. ചർച്ചയ്ക്കായി ട്രംപ് ഇറാഖി ഖുർഷിദ് നേതാക്കളെ വിളിച്ചതായാണ് വിവരം. ഇറാൻ അതിർത്തിയിൽ പ്രധാനമായും ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിൽ ഇറാനിയൻ ഖുർഷിദ് സായുധ ഗ്രൂപ്പുകളുടെ ആയിരക്കണക്കിന് സേനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇറാനിലെ US സൈനിക നടപടികളെക്കുറിച്ചും ദൗത്യം പുരോഗമിക്കുമ്പോൾ USഉം കുർദുകളും എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ചും ചർച്ചകൾ ചെയ്യാൻ
ട്രംപ് ഇറാഖി കുർഷിദ് നേതാക്കളെ രണ്ട് US ഉദ്യോഗസ്ഥരുടെ വാക്കുകളെ ഉദ്ധരിച്ച് അമേരിക്കൻ വാർത്താ വെബ്സൈറ്റായ ആക്ലിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിൽ 50,000-ലധികം അമേരിക്കൻ സൈനികരും 2,000 പോർവിമാനങ്ങളും 2 വിമാനവാഹിനി കപ്പലുകളും അമേരിക്കൻ ഓപ്പറേഷന്റെ ഭാഗമാണെന്നും സെൻട്രൽ കമാൻഡ് പറയുന്നു. ദുബായ് US കോൺസുലേറ്റിന് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം ഉണ്ടായി. ദുബായ് അൽസീസിലെ US കോൺസുലേറ്റിന് സമീപം ചെറിയ തീപിടുത്തമുണ്ടായതായി ആർക്കും പരിക്കില്ല. ഖത്തറിലെ അൽ ഉദൈദ് US വ്യോമതാവളത്തിന് നേരെ ഇറാന് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമുണ്ടായി. 2 മിസൈലുകൾ ഒന്ന് തടഞ്ഞതായും മറ്റൊന്ന് വ്യോമതാവളത്തിൽ പതിച്ചതായും ഖത്തർ വ്യക്തമാക്കുന്നു. ഇറാനിലെ 1700 കേന്ദ്രങ്ങളാണ് US തകർത്തത്. ഇറാനിയൻ നാവികസേനയെ കപ്പലുകളെ കടലിൽ മുക്കിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇസ്രായേലും അമേരിക്കയും നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അൽ ഖമനേയി മരിച്ചതിനു ശേഷം മിഡിൽ ഈസ്റ്റ് കടുത്ത സംഘർഷത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇസ്രായേലിലും മിഡിൽ ഈസ്റ്റ് മുഴുവനും ഇറാൻ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. കുവൈറ്റിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും 5 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാനിയൻ മിസൈലുകൾ പതിച്ചതിനെ തുടർന്ന് ഇസ്രായേലിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. ഇറാന്റെ പുതിയ നേതൃത്വം സംസാരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും അവർ അങ്ങനെ ചെയ്യാൻ പദ്ധതിയിടുന്നുണ്ടെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ഇതോടൊപ്പം 48 ഇറാനിയൻ നേതാക്കളെ കൊന്നതായും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. അന്തിമ ലക്ഷ്യം കൈവരിക്കുന്നതുവരെ ഇറാനെതിരെ ആക്രമണങ്ങൾ തുടരും. US സെൻട്രൽ കമാൻഡിന്റെ കണക്കനുസരിച്ച് ഇറാനിലെ 1700-ലധികം ലക്ഷ്യങ്ങൾ US സൈന്യം ആക്രമിച്ചു. ശനിയാഴ്ച ആരംഭിച്ച ആക്രമണങ്ങൾ ഇറാനിയൻ നാവികസേനയുടെ കപ്പലുകൾ, അന്തർവാഹിനികൾ, കപ്പൽ വിരുദ്ധ മിസൈലുകൾ, സൈറ്റുകൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ തുടങ്ങിയ ലക്ഷ്യമിട്ടായിരുന്നു. ഇതിനു പുറമെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തലസ്ഥാനങ്ങളായ അബുദാബിയിലും ദുബായിലും വീണ്ടും സ്ഫോടനങ്ങൾ കേട്ടു. എന്നിരുന്നാലും വിശദമായ വിവരങ്ങൾ ഇനിയും ലഭിച്ചിട്ടില്ല. കൂടാതെ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഒരു സ്ഫോടന ശബ്ദം കേട്ടു എന്നും പറയപ്പെടുന്നുണ്ട്. ഖത്തറിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ആകാശത്ത് ഒരു പ്രൊജക്ടർ തടഞ്ഞുവെന്ന് പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യുദ്ധം ഉടനെ അവസാനിക്കും എന്നതിൽ ഒരു പ്രതീക്ഷയുമില്ലാതെയാണ് ജനം. ഇറാൻ മുട്ടുമടക്കുന്നതുവരെ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്നാണ് അമേരിക്കയും ഇസ്രായേലും പറയുന്നത്. മുന്നോട്ട് കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഹോർമൂസ് കടലെടുക്കും ചാബഹാർ തുറമുഖവും ഇറാൻ അടച്ചാൽ അത് ഇന്ത്യയെ സംബന്ധിച്ചും വലിയ നഷ്ടങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 4000 കോടിയുടെ നിക്ഷേപമാണ് ചാബഹാർ തുറമുഖത്ത് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പെട്രോൾ ഡീസൽ വില വർദ്ധിക്കും. വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യയും നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്താകും യുദ്ധത്തിന്റെ അവസാനം? കാത്തിരിക്കുക തന്നെയാണ്.